വേദി 1 തുടരുന്നു. നായർ ഓൺ സ്റ്റേജ്. ചേട്ടാ ഫോട്ടോ സർപ്രൈസ് ആയി കൊള്ളാം. ഉടനെ നോക്കി വരച്ചതല്ലേ, ഒരു മുന്നടക്കുമില്ല. കൺഗ്രാജുലേഷൻസ്. ശരി. ചേട്ടാ ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ? ഞാനിത് കുറഞ്ഞ 87 തുടങ്ങിയതാണ്. അവിടെ എല്ലാ സ്റ്റേറ്റ് കലോത്സവങ്ങൾക്ക് പോകും. അവിടെ പോയിട്ട് അവിടെ കാണുന്ന ദൃശ്യങ്ങൾ പകർത്തുക, അതൊരു ഹോബി. ഞാൻ ടീച്ചറായിരുന്നു, ഗവൺമെൻറ് സ്കൂളായിരുന്നു. 17 സർവീസിൽ നിന്ന് പോകുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ കൊല്ലത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഏകദേശം കുറേ ഒരു 10,000-1500 സ്കെച്ചുകളുണ്ട്. അതങ്ങനെ കളക്ട് ചെയ്യും. പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ എൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എനിക്ക് ഉപയോഗിക്കും. അങ്ങനെ പോകുന്നു. ഇതൊരു ഒരു പാഷൻ ആവണത് എങ്ങനെയാ? ഞാൻ ഡ്രോയിങ് ടീച്ചറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതല്ലേ. അപ്പോൾ ആ ഒരു പാഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ മൊബൈലിൻ്റെ കാലഘട്ടമല്ലേ, നേരിട്ട് വരയ്ക്കുമ്പോൾ ഒരു സുഖം. അത് കണ്ടിട്ട് ആൾക്കാർ അത്ഭുതപ്പെട്ടു കാണാറുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിയതാണേ. പലർക്കും പോലും ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് 2-3 മിനിറ്റ് വേണ്ടേ ഞാൻ ചെയ്യുമ്പോൾ. ചില ഭാവങ്ങൾ ഞാൻ പകർത്താം. അല്ലാണ്ടിപ്പോൾ വെറുതെ ഒരു രസമല്ല, അവരിരിക്കുന്ന ഭാവങ്ങൾ പെട്ടെന്ന് പകർത്താനുള്ള രീതിയിലാണ്. അങ്ങനെ ഇപ്പൊ ചെയ്തു വെച്ച ഏതെങ്കിലും സ്പെഷ്യൽ ആൾക്കാരൊക്കെ ഓർമ്മ ഉണ്ടോ? അപ്പോൾ കുറേ ആൾക്കാർ ഓർമ്മയുണ്ട്. കൊല്ലത്ത് പോയിട്ടും അതേപോലെ പല ആൾക്കാരും ഒരു കാതികനെ വരച്ചിരുന്നു. അവരിടയ്ക്ക് വിളിക്കാറുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു ചിത്രം വരയ്ക്ക് എത്ര മിനിറ്റ് എടുക്കുള്ളൂ? 2-3 മിനിറ്റ് എടുക്കുള്ളൂ. ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഈ കലാരൂപങ്ങളില് വരച്ചേല് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കലാരൂപം ഏതാ? കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഈ ഗ്രൂപ്പാകുമ്പോൾ എനിക്ക് ഇത്തരം ഈ തിരുവാതിരക്കളി ഉണ്ട്. പിന്നെ സിംഗിളാവും ഭരതനാട്യം, മോഹിനിയാട്ടം, അതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ നാടകത്തിന് എവിടേക്കൊന്നും പോകാൻ പറ്റിയിട്ട് പിന്നെ ചെറിയ ഒറ്റയ്ക്കുള്ള കഥാപാത്രങ്ങൾ അത് പെട്ടെന്ന് വരയ്ക്കാൻ സാധിക്കും. 3 മിനിറ്റിൽ എടുക്കുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങളെ ക്യാമറ പേഴ്സന്റെ ഒരു ഫോട്ടോ വരച്ചു തരുമോ? അക്ഷയ് ഒരു ഫോട്ടോ, ഗോപി മാഷിന്റെ ഒരു അടിപൊളി ഫോട്ടോ.